നമ്മുടെ സംഘപരിവാർ ഏജൻറ്റ്, നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, നമ്മുടെ സംഘപരിവാറിൻ്റെ കേരളത്തിലെ ഏജൻ്റായ വെള്ളാപ്പള്ളി നടേശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു സർക്കാരിനെതിരെ. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിന് ഒരു പ്രാതിനിധ്യം നൽകുന്നില്ല, ന്യൂനപക്ഷ സമുദായമായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ത്യ ബെൽറ്റിൽ എന്താണോ അവർ ചെയ്യുന്നത്, വർഗീയപരമായിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാനുള്ള അതിൻ്റെ പല അടവുകളിൽ ഒന്നായിട്ടാണ് അവരവിടെ ഇറക്കിയത്. അത് വിജയിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. BJPയുടെ വോട്ട് വീതം എത്രയാണ് കൂടിയത്, സുരേഷ് ഗോപി ജയിച്ചതും. എന്ത് തന്നെയായാലും ഒരു പരിധിനപ്പുറം അത് പോവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ആ രീതിയിൽ വളർന്നവരല്ല. ആ രീതിയിൽ ഇപ്പോൾ ഞാനായാലും ഭൂരിപക്ഷ സമൂഹത്തിലെ എല്ലാ പേരൻസും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും ഒരുപോലെ കാണാനാണ് പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഇത് കേരളത്തിലെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നേരിടും. അത് ഈ അടവൊന്നും ഇവിടെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അത് നടക്കത്തുമില്ല, നമ്മൾ സമ്മതിക്കുമില്ല. നമ്മുടെ സംഘീയ ഏജൻറ്റിന് മറുപടി ഒന്നോണം നിയമസഭയിൽ നമ്മുടെ കേരള സർക്കാർ പ്രാതിനിധ്യം അനുസരിച്ചിട്ട്, സാമുദായിക പ്രാതിനിധ്യം അനുസരിച്ചിട്ട് കേരള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ എല്ലാ ലിസ്റ്റും പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കാണാം. മീഡിയ വണ്ണിൽ ന്യൂസിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അതായത് സംസ്ഥാന സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം 2024 ജനുവരി 19 വരെ ഉള്ള കണക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആകെ നേരത്തെ പറഞ്ഞതുപോലെ 5,45,423 പേരാണ് സർക്കാർ സർവീസിൽ ആകെയുള്ളത്. ഇതിൽ മുന്നാക്ക ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് 1,08,12 പേരും ബ്രാഹ്മണർ 7,112 പേരും ആണ്. ഇതിൽ ആകെ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ 21.01% പ്രാതിനിധ്യമാണുള്ളത്. പക്ഷേ ജനസംഖ്യ അനുസരിച്ച് 13.8% മാത്രമാണ് വേണ്ടത്. പക്ഷേ 7.21% അധികമാണ് പ്രാതിനിധ്യം. ഇനി മുന്നാക്ക ക്രൈസ്തവരുടെ ജനസംഖ്യയല്ല, ഈ സർക്കാർ സർവീസിലെ എണ്ണം എടുത്താൽ 73,714 പേരാണ് സർവീസിലുള്ളത്. അതായത് 13.51%. ഇനി ലത്തീൻ വിഭാഗത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 22,542 പേരാണ് സർക്കാർ സർവീസിലുള്ളത്. അതായത് 4.13% പ്രാതിനിധ്യമാണ്. മറ്റ് പിന്നാക്ക ക്രൈസ്തവരെയും ചേർത്ത് ആകെയുള്ളത് 99,583 പേരാണ്. അതായത് 18.25% വരും ഇത്. അപ്പോൾ ക്രൈസ്തവ ജനസംഖ്യ അനുസരിച്ച് വേണ്ടത് 18.38% പ്രാതിനിധ്യമാണ്. പക്ഷേ അവിടെ കുറവുണ്ട്. 0.13% കുറവ് രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്ത കണക്കാണ് നോക്കാൻ പോകുന്നത്. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമാണ്. സർക്കാർ സർവീസിൽ നിലവിലുള്ളത് 73,774 മുസ്ലിങ്ങളാണ്. അതായത് 13.52% പ്രാതിനിധ്യമാണുള്ളത്. പക്ഷേ ജനസംഖ്യ അനുസരിച്ച് 26.9% പ്രാതിനിധ്യമാണ് വേണ്ടത്. പക്ഷേ കുറവ് വന്നിരിക്കുന്നത് 13.38%. അപ്പോൾ ഇനി മുസ്ലിം പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ 100%. ഏതൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഇങ്ങനെ പടച്ചുവിടുന്നത്? ഇങ്ങൾക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല. വെറുതെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാനും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും. കേരളത്തിൽ 28% മുസ്ലിങ്ങളുണ്ട് എന്നാണ് കണക്ക്. അതിൽ 13.5% സർക്കാരിൽ വർക്ക് ചെയ്യുന്നുള്ളൂ, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. 102% കുറവാണുള്ളത്. അപ്പോൾ ഇതിന് 100% കൂടുതൽ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്, നിയമനങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ന്യൂനപക്ഷമായ, അപ്പോൾ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദുക്കൾക്ക് നമ്മൾ പ്രാതിനിധ്യം കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതലുള്ള 27% നമുക്ക് കൂടുതലാണ്, കുറവല്ല. ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് 13% കുറവാണ്, മുസ്ലിങ്ങൾക്ക് 102% കുറവാണ്. അപ്പം അത് നമുക്ക് വർഗീയത ഉണ്ടാക്കേണ്ട വിഷയമല്ല. അതിന് നിയമനങ്ങൾ സൃഷ്ടിക്കുക, എന്നിട്ട് നിയമനം നടത്തുക, അതൊക്കെ ഫൈൻ. അല്ലാതെ ഇങ്ങനെ പ്രതിനിധീകരിക്കുന്ന സമൂഹമാണ് ഈഴവ സമൂഹം.
ഈഴവ സമൂഹത്തിൽ 1,15,000 സംതിങ് ആൾക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. 1,15,733 ആൾക്കാർ ഈഴവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ സർവീസിലുണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അവർ വരുന്നത് 21.9% ഈഴവ സമൂഹം ടോട്ടൽ വരുന്നത് പോപ്പുലേഷൻ കണക്ക് നോക്കുമ്പോൾ. അതിൽ 1% കുറവേ ഉള്ളൂ ആകെ. അപ്പോൾ ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തിയിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു നബിദിനം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു പെരുന്നാൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ഹിന്ദുക്കളായ അയൽവാസികളും ഹിന്ദുക്കളായ ഫ്രണ്ട്സ് വരും. അമ്പലത്തിലൊരു ഉത്സവം നടക്കുമ്പോഴോ, നമ്മൾക്കൊരു നോമ്പ് തുറ ഉണ്ടാകുമ്പോഴോ, നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലും നോമ്പ് തുറ ഉണ്ടാവും, അതിന് നമ്മൾ ക്ഷണിക്കും. നമുക്ക് റമദാൻ മാസം ആണെങ്കിൽ റമദാൻ മാസം അവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും, ഈ മരണപ്പെട്ടാലൊക്കെ പല ചടങ്ങുകളും ഉണ്ടാവും, അതൊക്കെ അവർ ആ ചടങ്ങ് മാറ്റി വെക്കുക. റമദാൻ മാസം ആണെങ്കിൽ നമ്മളെ ചുറ്റുപാടത്തുള്ള നമ്മളെ സൗഹൃദത്തിൽപ്പെട്ട നമ്മുടെ അയൽവാസികളായ ഹിന്ദുക്കൾ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് അവർ ഫംഗ്ഷൻ ഉണ്ടാകുക. കാരണം നമുക്കും പോയിട്ട് അവിടെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് അവർ നമ്മുടെ നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഫംഗ്ഷന് വെക്കുക. അപ്പോൾ ആ രീതിയിൽ ജനിച്ച് വളർന്ന് നമ്മുടെ പാരൻസ് അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന സമൂഹമാണ് കേരളത്തിലെ സമൂഹം. നിങ്ങൾ ഇന്ത്യ ബെൽറ്റിൽ നടത്തുന്ന ഈ കുപ്രചരണങ്ങളും വർഗീയപരമായിട്ടുള്ള ഈ വിഘടിപ്പും ഇവിടെ നടത്തണ്ട, അതിന് നമ്മൾ സമ്മതിക്കില്ല. ഈ സംഘീയ ഏജൻറ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് പിണറായി സർക്കാരിനെതിരെയാണ്. ഈ പിണറായി സർക്കാർ തന്നെയാണ് അതിലേറ്റവും വലിയ കോമഡിയാണ് ഞാൻ പറയുന്നത്. കേരള സമൂഹത്തിൽ എങ്ങനെ നവോത്ഥാനം കൊണ്ടുവരാം എന്ന രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അധ്യക്ഷനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. നവോത്ഥാനം കൊണ്ടുവരാൻ അധ്യക്ഷനാക്കി വെച്ചിട്ടുള്ളത് ഈ ആൾക്കാരെ എങ്ങനെ വിഘടിപ്പിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഇങ്ങേരെയാണ്. ആദ്യം ഇങ്ങേരെ അതിൽ നിന്ന് പുറത്താക്കുക, ചവിട്ടി പുറത്താക്കിയിട്ട് അതിന് അർഹതപ്പെട്ട ആരെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഒരു നവോത്ഥാനവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല.